അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഹസാനിലെ ഒന്നാമത്തെ പാഠവും അതിലെ ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് പാഠത്തിന്റെ പേര് ഖൈറുൽ ഉമ്മ, ഉത്തമ സമുദായം. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഒരുപാട് സമുദായങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും ഉത്തമമായ സമുദായം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കി പറയാനുണ്ടെങ്കിൽ, ഇപ്പൊ കോളേജുകൾ ഒരുപാട് ഉണ്ടാവും അല്ലേ. അതിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏകാരം ഒരു കോളേജ് ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും നമുക്ക്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഡ്രസ്സ് ഉണ്ടാവൂലേ. അതുപോലെ ഒരുപാട് സമുദായം ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് സമുദായം, ഉത്തമമായ സമുദായം, അവരെ കുറിച്ചുള്ള പാഠാണ് ഈ ചാപ്റ്റർ കേട്ടോ. നോക്ക, ഒന്നാമത്തെ പേജ് നോക്കുക. ഖൈറുൽ ഉമ്മ, ഉത്തമ സമുദായം. 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഫസ്റ്റ് വരിയാണ്. അപ്പൊ തന്നെ നമ്മൾ പഠിക്കണം എത്ര ലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. എത്രയാണ്? 1,24,000. ബാക്കി നോക്കുക. ഓരോ പ്രവാചകനും നിശ്ചിത സമുദായവും ഉണ്ടായിരുന്നു. അങ്ങനെ 1,24,000 പ്രവാചകന്മാർക്കും ഒരു സമുദായം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രവാചകൻ പറഞ്ഞാൽ ആരാണ്? മുഹമ്മദ് നബി അല്ലേ. അപ്പൊ നമ്മളൊക്കെ ആരാണ്? മുഹമ്മദ് നബിന്റെ സമുദായമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് നബിമാരെ കുറിച്ച്, ഓരോ സമുദായത്തെ കുറിച്ച് പഠിച്ചിക്കണല്ലേ. ഇപ്പൊ ഹൂദ് നബി, അതുപോലെ ലൂത്ത് നബി, അതുപോലെ ഒരുപാട് നബിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിക്കണല്ലോ. സോലിഹ് നബി, നൂഹ് നബി. അപ്പൊ ഓൽക്കൊക്കെ ഓല് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഓൽക്കൊക്കെ ഒരു സമുദായം ഉണ്ടായിരുന്നു. അതേമാതിരി നമ്മുടെ പ്രവാചകന്, ആ പ്രവാചകന്റെ സമുദായമാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് നമ്മളൊക്കെ. അങ്ങനെ 1,24,000 പ്രവാചകന്മാരുണ്ടായിരുന്നു. ആ പ്രവാചകന്മാർക്കൊക്കെ സമുദായം ഉണ്ടായിരുന്നു. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. അപ്പൊ എല്ലാ സമുദായത്തിന്റെയും പ്രവാചകനായിട്ടാണ് ആരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കപ്പെട്ടത്. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം. ഇനി പുസ്തകത്തിലെ ഫസ്റ്റ് ബോക്സ് നോക്കട്ടോ, ഒരു പെട്ടിയിലുള്ള ഫസ്റ്റ് അത് നോക്കുക. അല്ലാഹു തആല പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി. കുൻതും എന്ന് പറഞ്ഞാല് അർത്ഥം നിങ്ങള്. ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ എന്താണ്? ഉത്തമ സമുദായമാണ്. കുൻതും, നിങ്ങൾ ഖൈറ ഉമ്മത്തിൻ, ഉത്തമ സമുദായമാണ്. ഉഖ്രിജത്ത്, നിയോഗിക്കപ്പെട്ട, ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമുദായം ആരാണ്? നിങ്ങളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് നോക്കുക, അതിന്റെ ബാക്കി നോക്കിക്കോളി. അതിന്റെ അർത്ഥം മുഹമ്മദ് നബിയുടെ സമുദായമേ എന്ന് വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയണേ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി. അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം പറയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. അപ്പോ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം ആരാണ്? മുഹമ്മദ് നബിന്റെ സമുദായമാണ്. അപ്പൊ ഈ ചെറിയ ഇതും പഠിക്കണം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി എന്നുള്ളത് പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം പഠിക്കണം കേട്ടോ. പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും പരീക്ഷകളിൽ. ഇനി ഇതിലെ രണ്ടാമത്തെ ബോക്സ് നോക്കട്ടോ. ഈ ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നു. അപ്പൊ നമുക്കൊക്കെ ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അള്ളാഹു തആല പറയാണ്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? തഅ്മുറൂന ബിൽ മഅറൂഫി. തഅ്മുറൂന എന്താവും? കൽപ്പിക്കും. ബിൽ മഅറൂഫി അഥവാ നിങ്ങൾ നല്ലത് കൊണ്ട് കൽപ്പിക്കും, നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് എന്താവും? കൽപ്പിക്കും. വതൻഹൗന അനിൽ മുൻകരി, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും ചെയ്യും. അഥവാ തെറ്റുകളെ തൊട്ടെന്താവും? തടയും. വതുഅ്മിനൂന ബില്ലാഹി, എന്താണ്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ ടോട്ടലി അർത്ഥം എന്താണ്? നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായത്? ഉത്തമ സമുദായം ആയതെന്ന് അള്ളാഹു തആല പറയണം നമ്മളോട്. അപ്പൊ നമ്മൾ നല്ലത് കണ്ട എന്താവണം? കൽപ്പിക്കണം. പക്ഷെ തെറ്റ് കണ്ടാൽ, ദുഷ്കർമ്മങ്ങൾ കണ്ടാൽ, ചീത്ത കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ എന്താവണം? തടയണം. പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ? ഈ ഉത്തമ സമുദായത്തിൽ പെട്ടവരാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഉത്തമ സമുദായത്തിൽ പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ ഇതിലും പഠിക്കേണ്ടത്, ഇത് ചിലപ്പോ സാര എഴുതാനൊക്കെ ഉണ്ടാവും, പൂരിപ്പിക്കാനും സാര എഴുതാനും ഉണ്ടാവും. അപ്പൊ അത് പഠിക്കട്ടോ.
ഇനി അടുത്ത പേജില് ഫസ്റ്റ് ഭാഗത്ത് നോക്കട്ടോ. അപ്പൊ സെക്കൻഡ് പേജില് ഫസ്റ്റ് നോക്കുക. ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നാം ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഗുണങ്ങളല്ലേ. അവ നല്ല കാര്യങ്ങൾ കണ്ടാൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുക, ദുഷ്കർമ്മങ്ങളെ തൊട്ടെന്താവുക തടയുക, അള്ളാഹുവിനെ വിശ്വസിക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാലേ നമ്മൾ എന്താവുള്ളൂ ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാവുകയുള്ളൂ. ഇനി നോക്കുക, ഉത്തമ സമുദായത്തിന്റെ ചില പ്രത്യേകതകള്. അപ്പൊ നമ്മളൊക്കെ ഉത്തമ സമുദായത്തിൽപ്പെട്ടതാണ്, നമുക്ക് കിട്ടാൻ പോണ പ്രത്യേകതകളാണ് പറയാൻ പോണേ. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം എന്താവും തടയും. അവ നല്ലത് കണ്ടാൽ കൽപ്പിക്കും, ചീത്ത കാര്യം കണ്ടാല് അത് തടയും, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പിന്നെ വഴികേടിന്റെ മേൽ ഒന്നിക്കുകയില്ല. വഴികേടിന്റെ മേൽ ഒന്നിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തെറ്റൊക്കെ ഇങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ തെറ്റി നടക്കുമ്പോ അതിന്റെ ഒപ്പം കൂട്ടുകൂടി നടക്കൂല. നമ്മൾ ഓരോട് എടാ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പോണം, അപ്പോഴേ നമ്മൾ നബിന്റെ സമുദായമുള്ളൂ. അതുപോലെ കൂട്ടുകാരന്മാരെ കച്ചറടിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടല്ല വേണ്ടത്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓലേക്കൊന്ന് വഴി തെറ്റിപ്പോണം, അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ ഉത്തമ സമുദായത്തിൽ പെടുള്ളൂ കേട്ടോ. ഇനി എന്താ പറയാൻ പോണേന്നറിയോ, ഇനി ഉത്തമ സമുദായത്തിൽ പെട്ട ആൾക്കാർക്കേ നാളെ മരിച്ചു ചെന്നാ കിട്ടാൻ പോണ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയണ്ട കേട്ടോ, കേട്ടോക്കി. പരലോകത്ത് വെച്ച് ഈ ഉത്തമ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് കിട്ടാൻ പോണാണ് ഒന്ന്, ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും. അവ ആദം നബി അലൈഹിസ്സലാം മുതല് 1,24,000 പ്രവാചകന്മാരിൽ നിന്ന് നമ്മുടെ നബിന്റെ സമുദായം അല്ലാത്ത ബാക്കി എല്ലാരും അപ്പോഴവിടെ എന്താവും ആശ്രയിൽ ഇങ്ങനെ നിക്കേക്കാരം. ആദ്യം നബിന്റെ സമുദായത്തിനാണ് എന്താവുക വിചാരണക്ക് വിളിക്കപ്പെടുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെ ഭാഗ്യം എത്രത്തോളം ഉണ്ടെന്ന്. ഈ രണ്ടാമത്തെ നോക്കി നിങ്ങള്, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും. മറ്റുള്ള സമുദായക്കാരൊക്കെ ഉണ്ടല്ലോ, 1,24,000 അടുത്ത് പ്രവാചകന്മാരില്ലേ, ഓരോ സമുദായങ്ങളൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. ആദ്യം നബിന്റെ സമുദായത്തിന് എന്താവുക സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. അടുത്ത് നോക്കി നിങ്ങള്, 70,000 പേര് ഹിസാബോ അസാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ നബിന്റെ സമുദായത്തിൽപ്പെട്ട ഈ ഉത്തമ സമുദായത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് 70,000 ആൾക്കാരെ പടച്ച റബ്ബ് എന്താവൂല ഹിസാബ്, അത് ചോദ്യം ചോദിച്ചൂല, വിചാരണ ചെയ്യൂല. ഇജ്ജെന്തി അങ്ങനെ കാട്ടി, ഇജ്ജെന്തി ഇങ്ങനെ കാട്ടി ചോദ്യം ചോദിച്ചാതെ ശിക്ഷ ഒന്നുമില്ല, നേരെ സ്വർഗത്തേക്ക് കടത്തും. അപ്പൊ അതിലൊക്കെ നമ്മൾ പെടണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, തെറ്റ് കണ്ടാൽ എന്താവണം തിരുത്തണം, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കും വേണം. അതുപോലെ അടുത്ത് നോക്കി നിങ്ങള്, വുളൂ കാരണം മഅ്ശറയിൽ കൈകാല് മുഖം എന്നിവ പ്രകാശിക്കുന്നവരാവും നബിയുടെ സമുദായം. അപ്പൊ നമ്മൾ നിസ്കരിക്കോലെ നല്ല ആൾക്കാരാണല്ലോ നബിന്റെ സമുദായത്തിൽ പെട്ടോല്, ഓലൊക്കെ എന്താവും 5 വക്ത് നിസ്കരിച്ചും. ആ നിസ്കരിച്ച പോലൊക്കെ വുളൂ ചെയ്യൂലേ, അങ്ങനെ വുളൂ ചെയ്ത് നിസ്കരിച്ച് ലാസ്റ്റ് മഅ്ശറയിലേക്ക് എത്തുമ്പോഴേ ഓലെ കയ്യ് കാല് മുഖമൊക്കെ എന്താവും പ്രകാശിക്കുന്ന പോലെക്കാലം ഓല്. അപ്പൊ ആ നബിന്റെ സമുദായത്തിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇനി നമ്മൾ എന്താവണം, അതിൽ ഉത്തമ സമുദായമായിട്ട് മാറണം. അതിനും വേണ്ടി നമ്മൾ എന്താവണം, നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തില് പകർത്തുക, ചീത്ത കാര്യങ്ങൾ കണ്ട് തടയുക, അതിന് ഒഴിഞ്ഞിക്കുക, പിന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ട്ടോ. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്നറിയോ, പുസ്തകത്തേക്ക് നോക്കി അവസാനത്തെ 2 വരി കണ്ടില്ലേ, സ്വർഗനിവാസികളിൽ 2/3 ഭാഗം ഈ ഉമ്മത്തായിരിക്കും, അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അഥവാ സ്വർഗത്തിലെ 3 വിഭാഗമാണ് ആകെ ഉണ്ടാവുക. അതില് 2 വിഭാഗം നബിന്റെ ഉമ്മത്തേക്കാരം, ബാക്കി 1 വിഭാഗമാണ്, ബാക്കി 1,23,000 ചില്ലാം പ്രവാചകന്മാരുടെ സമുദായത്തിൽ നിന്ന് ആകെ 1 വിഭാഗം ആൾക്കാർ സ്വർഗത്ത് കടക്കുള്ളൂ. ബാക്കി 2 വിഭാഗം നമ്മുടെ നബിയുടെ ഉമ്മത്തിങ്ങളാണ് എന്താവുക സ്വർഗത്ത് കടക്കുക. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ, ആമീൻ. ഇനി നമുക്കിതില് തദ്രീബാത്ത് നോക്കട്ടോ, ചോദ്യോത്തരങ്ങള്. ഫസ്റ്റ് ചോദ്യമാണ് ഉത്തരം എഴുതുക, അഥവാ ചോദ്യം ഉണ്ടാവും, അതിന് ഉത്തരം എഴുതാനാണ് ഫസ്റ്റത്തെ ചോദ്യം. അതില് ഒന്നാമത്തത്, അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എത്ര പ്രവാചകന്മാരാണ് നമ്മൾ പഠിച്ചത്? 1,24,000. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉത്തമ സമുദായം ആരാണ് ഉത്തമ സമുദായം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായമാണ് ഉത്തമ സമുദായം. ഇനി നാലാമത്തെ ചോദ്യമാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഉത്തമ സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും
ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഉത്തമ സ്ഥാനം ലഭിച്ചത്. അപ്പൊ നമ്മളും അങ്ങനെ ആവണം. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേ ചോദ്യം തന്നെയാണ്. നാം ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാകാൻ എന്ത് ചെയ്യണം? അഥവാ നമ്മൾ ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നീ 3 ഗുണങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കണം. ഈ 3 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താവുള്ളൂ? ഉത്തമ സമുദായത്തിൽ പെട്ടവരാവുകയുള്ളൂ. ഇനി 6-ാമത്തെ ചോദ്യമാണ്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ നിന്നും 4 എഴുതുക. നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉത്തമ സമുദായത്തിന്. അതിൽ നിന്നും 4 എഴുതാനാണ് നോക്കുക. എന്താണെന്ന്? സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും, വഴികേടിന്റെ മേൽ ഒന്നിക്കുകയില്ല, ആദ്യം വിചാരണയ്ക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേർ ഹിസാബോ അസാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും, വുളൂ കാരണം കൈ, കാല്, മുഖം എന്നിവ പ്രകാശിക്കുന്നവരായിരിക്കും. ഇതൊക്കെ പാടെടുത്ത സമയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഭാഗത്താണ് പറയണത്. അപ്പൊ ഇതൊക്കെ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാം. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വർഗനിവാസികളിൽ 2/3 ഭാഗം വരുന്നത് ഏത് ഉമ്മത്താണ്? ആരുടെ ഉമ്മത്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ഇനി അവസാന പ്രവർത്തനാണ് പൂരിപ്പിച്ച സാരം എഴുതുക. നമ്മൾ പാടെടുത്ത സമയത്ത് പറഞ്ഞിരുന്നു ഇത് രണ്ടും പൂരിപ്പിക്കാൻ ഉണ്ടാവുന്നല്ലേ. എന്താണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി. അത് പൂരിപ്പിക്കാനാണ്. കുൻതും ഡാഷ് ലിന്നാസി. അപ്പൊ പൂരിപ്പിക്കുക. അതിന്റെ അർത്ഥം എഴുതാനാണ് പിന്നെ അടുത്തത്. സാരം എഴുതുക എന്നാൽ അർത്ഥം എഴുതുക. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. അത് 1-ാമത്തെ പ്രവർത്തനം. ഇനി 2-ാമത്തേണ് എന്ത്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താണ്? സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇനി ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം മനസ്സിലാക്കി പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഉത്തമ സമുദായമായ നമ്മുടെ നബിയുടെ സമുദായത്തിൽ പറയപ്പെട്ട രൂപത്തിൽ ഉത്തമ സമുദായത്തിൽ പെട്ടവരിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.